ഹലോ, വെൽക്കം ടു മാക്കോ ദ മിസ്റ്റീരിയസ്. വോയേജർ 2 1977 തുടങ്ങിയ യാത്ര ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര. ഈ സംഭവബഹുലമായ യാത്രയിൽ നമുക്കും കൂടെ പോയാലോ? ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1977 സെപ്റ്റംബർ 5, ഇന്ത്യൻ സമയം രാത്രി 10:26, ഫ്ലോറിഡയിലെ ക്യാനവറൽ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് സ്റ്റേഷൻ, ലോഞ്ച് കോംപ്ലക്സ് നമ്പർ 41. എൻ്റെ പേര് വോയേജർ 1. എൻ്റെ യാത്രകൾക്കായുള്ള അവസാന തയ്യാറെടുപ്പിലാണ് പ്രോജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ എഡ്വാർഡ് സ്റ്റോണും സംഘവും. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എല്ലാവരും തിരക്കിട്ട ജോലികളിലാണ്. എന്നെ എത്രയും വേഗം പറഞ്ഞയക്കാൻ. ഒരിക്കലും തിരിച്ചുവരവില്ലാത്തൊരു യാത്ര. ഞാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിലെ ഭീമന്മാരായ ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും മാത്രം കാണാനല്ല, അതിനുശേഷം ഈ മിൽക്കി വേയും കടന്ന് ദൂരത്തേക്ക്, അതിദൂരത്തേക്ക്. മനസ്സിലൊരു ചെറിയ സങ്കടം. ജീവന്റെ തുടിപ്പുള്ള ഈ ഗോളത്തിൽ നിന്ന് പോകാൻ. എന്നാലും മനുഷ്യരാശിയുടെ ഭാവിക്കായുള്ള യാത്രയാണല്ലോ ഇത്. ഈ ബ്രഹ്മാണ്ടത്തിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ജീവിവർഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ. ഇവിടെ നിന്ന് യാത്ര തിരിച്ചാലുള്ള ഏക സന്തോഷം 16 ദിവസം മുന്നേ ഇതേ ലോഞ്ച് പാഡിൽ നിന്നും യാത്ര തിരിച്ച എൻ്റെ ഇരട്ട സഹോദരനെ യാത്രാമധ്യേ കണ്ടുമുട്ടാൻ എന്നുള്ളതാണ്. അവനിപ്പോൾ ഭൂമിയിൽ നിന്ന് 21 മില്യൺ കിലോമീറ്റർ ദൂരം പിന്നിട്ടിരിക്കുന്നു. അവന്റെ വേഗം മണിക്കൂറിൽ 55,000 കിലോമീറ്റർ ആണ്. എനിക്കതിനേക്കാൾ വേഗമുണ്ട്. അവന്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം നമ്മുടെ വാതക ഭീമന്മാരായ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയവരെ കാണാനും അവരുടെ അറിയാ കഥകൾ ഭൂമിയിലേക്ക് അയക്കാനും വേണ്ടിയാണ്. ഇനി ഞാൻ എന്നെ പറ്റി പറയാം. എന്റെ ഭാരം ഏകദേശം 825 കിലോഗ്രാം ആണ്. ഇതിൽ 105 കിലോഗ്രാം സയൻസ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. എന്റെ ഫ്രണ്ടിൽ 3.7 മീറ്റർ നീളമുള്ള ഒരു ഹൈ ഗെയിൻ ആന്റിനയുണ്ട്. ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയാണിത്. എന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം അലോയ്, ടൈറ്റാനിയം ഇവ ചേർത്താണ്. ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ. പുറമെ മൾട്ടി ലെയർ ഇൻസുലേഷൻ ബ്ലാങ്കറ്റും. മാത്രമല്ല എനിക്കൊരു തെർമൽ പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. കാരണം എന്റെ യാത്രയിൽ ചൂടും തണുപ്പും മാറി മാറി അനുഭവപ്പെടും. ചിലപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, മറ്റു ചിലപ്പോൾ -200 ഡിഗ്രിക്ക് താഴെ. എന്റെ ശരീരത്തിലുള്ള തെർമൽ ലൂവേഴ്സ് എനിക്ക് ചൂട് കൂടുമ്പോൾ ഓപ്പൺ ആവുകയും ഹീറ്റ് പുറത്തേക്ക് വിടുകയും ചെയ്യും. അതേപോലെ തണുപ്പ് കൂടുമ്പോൾ അത് ക്ലോസ് ചെയ്ത് ഹീറ്റ് അകത്ത് തന്നെ പിടിച്ചിരുത്തും. ഇതൊന്നും കൂടാതെ ഗോൾഡൻ റെക്കോർഡുമുണ്ട് എന്റെ ശരീരത്തിൽ. ഇതിൽ മനുഷ്യരുടെ സംഗീതം, ഭാഷ, സംസ്കാരം, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ, ചിത്രങ്ങൾ ഇവയെല്ലാം ഉണ്ട്. എന്നെങ്കിലും ഏലിയൻസ് എന്നെ കണ്ടെത്തിയാൽ ഭൂമിയെ പറ്റി അവരെ അറിയിക്കാൻ വേണ്ടിയാണിത്. പുറത്ത് ലോഞ്ച് കൺട്രോൾ സ്റ്റേഷനിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി. 10, 9, 8. എനിക്ക് വ്യക്തമായി കേൾക്കാം. ഞാൻ ഒരു വട്ടം കൂടി ചുറ്റുമൊന്ന് നോക്കി. പിന്നീട് നേരെ മുകളിലെ അനന്തതയിലേക്ക്. കൗണ്ട് ഡൗൺ 0 കേട്ടതും എന്റെ സർവ്വശക്തിയും സംഭരിച്ച് ഞാൻ മുകളിലേക്ക് ഉയർന്നു. 1 മണിക്കൂറിൽ 61,000 കിലോമീറ്റർ വേഗത്തിൽ. 1 സെക്കൻഡിൽ 17 കിലോമീറ്റർ. ടൈറ്റാൻ സെന്റോർ, അവനാണ് എന്നെ വേഗതയിലേക്ക് എത്തിക്കുന്ന റോക്കറ്റ്. നിമിഷ നേരം കൊണ്ട് ഞാൻ കിലോമീറ്ററുകൾ താണ്ടി. പതിയെ ഒന്നുകൂടി ഞാൻ താഴേക്ക് നോക്കി. എന്റെ ലോഞ്ച് സ്റ്റേഷൻ മുഴുവൻ പുക മാത്രം. ഇല്ല, ഇനി ഞാൻ നോക്കുന്നില്ല. എന്റെ യാത്രയുടെ ലക്ഷ്യം മാത്രമായിരിക്കും എന്റെ മനസ്സിൽ. ഏകാന്തത മാത്രം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ശൂന്യത മാത്രം. മണിക്കൂറുകൾ ദിവസങ്ങൾക്കും, ദിവസങ്ങൾ മാസങ്ങൾക്കും വഴിമാറി. ഡിസംബർ 15, രാവിലെ ദൂരെ ഒരു പൊട്ടുപോലെ എന്തോ ഒന്ന് എന്റെ കണ്ണിൽ അകപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കി. അതെ, എന്റെ ഇരട്ട സഹോദരൻ വോയേജർ 2. സങ്കടങ്ങളൊന്നും അവനെ ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശരിയായിരിക്കാം. ഞാനാണല്ലോ ഈ സോളാർ സിസ്റ്റം വിട്ട് പുറത്തേക്ക് പോകേണ്ടവൻ. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഞാൻ അവന്റെ ഒപ്പം എത്തി. അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനും. ഒന്നും പരസ്പരം പറഞ്ഞില്ല.
ഞാൻ വീണ്ടും മുന്നോട്ട് നോക്കി കുതിച്ചു. അവൻ പതിയെ പതിയെ പുറകിലായി. ഒരു ചെറിയ പൊട്ടുപോലെ മാഞ്ഞുപോയി. ബ്രഹ്മാണ്ടത്തിന്റെ അനന്തതയിൽ അവൻ അലിഞ്ഞ് ഇല്ലാതായി. വർഷങ്ങൾ കഴിഞ്ഞു പോയതറിഞ്ഞില്ല. ഞാനിപ്പോൾ സമയങ്ങൾ നോക്കാറുമില്ല. വർഷങ്ങൾ മാത്രം മനസ്സിൽ കുറിക്കും. 1979 മാർച്ച് 5 നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും വലിയ വാതക ഭീമനായ ജൂപ്പിറ്റർ കൺമുന്നിൽ. മനസ്സിന് ഒരുപാട് സന്തോഷം. കുറെ ഫോട്ടോകൾ എടുത്തു. IO എന്ന ജൂപ്പിറ്റർ ഉപഗ്രഹത്തിന്റെ അഗ്നിപർവ്വത പ്രവർത്തനം ആദ്യമായി കണ്ടെത്തിയത് ഞാനാണ്. വീണ്ടും യാത്ര തുടർന്നു. 1980 നവംബർ 12 മനോഹരങ്ങളായ വളയങ്ങളുള്ള ശനി. ശരിക്കും ഒരു സുന്ദരിയാണ് ഇവൾ. അവളുടെ വളയങ്ങളെയും അന്തരീക്ഷവും വ്യക്തമായി പഠിച്ചു. പുതിയ ഉപഗ്രഹങ്ങളെയും ഞാൻ കണ്ടെത്തി. സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് എന്തോ സംഭവിക്കുന്ന പോലെ തോന്നി. ആദ്യം വ്യക്തമായി ഒന്നും മനസ്സിലായില്ല. എന്റെ ദിശ പതിയെ മാറുന്നത് പോലെ. മനസ്സിലായി. എന്നെ സൗരയൂഥത്തിന്റെ പ്ലെയിനിൽ നിന്നും എന്റെ ദിശ മുകളിലേക്ക് തിരിച്ചുവിടുകയാണ്. വേറെ ഒന്നും കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. പുതിയ വഴിയിൽ മുന്നിലേക്ക് ഞാൻ കുതിച്ചു. മുന്നോട്ട് തന്നെ. അത് പറയാൻ മറന്നു. എനിക്ക് യാത്ര ചെയ്യാൻ റോക്കറ്റ് ഫ്യൂൽ ആവശ്യമില്ല. എന്നിലുള്ള ഫ്യൂൽ ഹൈഡ്രസീൻ, അതായത് N2H4. പക്ഷെ ഇത് ത്രസ്റ്റേഴ്സിൽ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അതായത് എനിക്ക് ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ ആന്റിന ഭൂമിയിലേക്ക് പോയിന്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ളതിന് മാത്രം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നല്ലേ ഞാൻ വിശദമാക്കാം. ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ തന്നെ എനിക്ക് ഉയർന്ന ഇനീഷ്യൽ വേഗത കൈവന്നു. പിന്നീട് ഗ്രാവിറ്റി അസ്റ്റ് ഉപയോഗിച്ചായിരുന്നു എന്റെ യാത്ര മുഴുവൻ. സ്പേസിൽ ഫ്രിക്ഷൻ ഇല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരിക്കൽ സ്പീഡ് കിട്ടിയാൽ സ്പേസ് ക്രാഫ്റ്റ് തുടർച്ചയായി അതേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി ഗ്രാവിറ്റി അസ്റ്റ് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഒരു ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണവും ഭ്രമണ വേഗവും ഉപയോഗിച്ച് സ്പേസ് ക്രാഫ്റ്റിന്റെ വേഗത കൂട്ടാനുള്ള ടെക്നിക്കാണിത്. അതായത് സ്പേസ് ക്രാഫ്റ്റ് ഒരു ഗ്രഹത്തിന്റെ അടുത്തേക്ക് വരും. അത് ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി കൊണ്ട് വേഗത്തിൽ പുൾ ചെയ്യും. എന്നിട്ട് ഗ്രഹത്തിന്റെ ചുറ്റിലൂടെ വളഞ്ഞു പോകും. അതായത് സ്പേസ് ക്രാഫ്റ്റ് യു-ടേൺ പോലെ ഒരു വളവെടുക്കും. ഗ്രഹം സൂര്യനെ ചുറ്റുന്ന മോഷനിൽ നിന്ന് ചെറിയൊരു എനർജി സ്പേസ് ക്രാഫ്റ്റിന് കിട്ടുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്രഹത്തിന്റെ എനർജി ചോർത്തി സ്വന്തം സ്പീഡ് കൂട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ റോഡിലൂടെ ഒരു സൈക്കിളിൽ 20 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നു എന്ന് സങ്കല്പിക്കുക. 60 കിലോമീറ്റർ വേഗത്തിൽ എന്റെ അടുത്ത് വന്ന ഒരു ട്രക്ക് അല്ലെങ്കിൽ ഒരു ലോറി, അതിൽ പിടിച്ച് ഞാൻ എന്റെ സൈക്കിളിന്റെ വേഗതയും 60 കിലോമീറ്റർ ആക്കുന്നു, അല്ലെങ്കിൽ എന്റെ വേഗത ഞാൻ കൂട്ടുന്നു. ലോറിക്കൊന്നും സംഭവിക്കുന്നില്ല, കാരണം അത് സൈക്കിളിനെ അപേക്ഷിച്ച് വളരെ വലുതാണല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. കഥകൾ പറഞ്ഞു വർഷങ്ങൾ പോയതറിഞ്ഞില്ല. 2004 ഡിസംബർ ഞാൻ ടെർമിനേഷൻ ഷോക്ക് കിടന്നു. അതായത് സൂര്യക്കാറ്റ് മന്ദഗതിയിലാകുന്ന അതിർത്തി. 2007 അലയുന്ന സൂര്യക്കാറ്റ് പ്രദേശം എന്നറിയപ്പെടുന്ന ഹീലിയോ ഹീത്തിൽ പ്രവേശിച്ചു. 2012 ഓഗസ്റ്റ് 25 ഞാൻ ഹീലിയോ പോസും കടന്നു. അതായത് സൗരയൂഥത്തിനും അന്താരാഷ്ട്ര അവകാശത്തിനും ഇടയിലുള്ള അതിർത്തി. ഇതോടെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രവേശിക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി ഞാൻ. ഒട്ടും ക്ഷീണം തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ഭൂമിയിൽ വർഷം നിങ്ങൾക്ക് 2025. 48 വർഷത്തോളമായി എന്റെ യാത്ര തുടങ്ങിയിട്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 160 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ, അതായത് 24 ബില്യൺ കിലോമീറ്റർ ദൂരം. ഭൂമിയിൽ ആരും കാണാത്ത കാഴ്ചകൾ ഞാൻ കണ്ടു. ആരും അനുഭവിക്കാത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഞാൻ അനുഭവിച്ചു. എങ്കിലും എന്റെ വേഗത ഞാൻ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. 61,000 km/h. ഇനി ഞാൻ കണ്ടതും അനുഭവിച്ചതും ഭൂമിയിലേക്ക് എങ്ങനെ അയച്ചു തടുക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ വിശദീകരിക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി DSL ആണ്, അതായത് ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. ഇതിന് റേഡിയോ സിഗ്നൽസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്.
ഇവിടെ നിന്ന് എന്റെ സിഗ്നൽസ് ഭൂമിയിലെത്താൻ ഏകദേശം 22.5 മണിക്കൂർ വേണം. തിരിച്ചയക്കാനും എന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ വഴി സന്ദേശങ്ങൾ ഞാൻ അയക്കും. 24 ബില്യൺ കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ അവ വളരെ ദുർബലമായ തരംഗങ്ങളായി മാറും. ഭൂമിയിൽ ഇവ സ്വീകരിക്കാൻ 3 സ്ഥലങ്ങളിലാണ് റിസീവേഴ്സ് വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയ, സ്പെയിനിലെ മാഡ്രിഡ്, ഓസ്ട്രേലിയയിലെ കാൻബറ. ഇവയെല്ലാം 120 ഡിഗ്രി സെപ്പറേഷനിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അയക്കുന്ന ദുർബല സിഗ്നലുകൾ അവ സ്വീകരിക്കും. എന്നിട്ട് നോയ്സ് എല്ലാം വേർതിരിച്ച് ഡീകോഡ് ചെയ്യും. പിന്നീട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലേക്ക് അയക്കും. എന്നിൽ ജീവൻ അവശേഷിക്കുന്നിടത്തോളം കാലം ഞാൻ കണ്ടതും അനുഭവിച്ചതും എല്ലാം അയച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഫ്യൂവൽ സോഴ്സ് പ്ലൂട്ടോണിയം 238 ആണ്. ഇത് ഡീകേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ഒരു സ്പെഷ്യൽ തെർമോകപ്പിൾസ് വഴി ഇലക്ട്രിസിറ്റിയാക്കി മാറ്റും. ഇതാണ് എന്റെ ജീവൻ. 1977 470 വാട്ട്സ് ഉണ്ടായിരുന്നു ഇത്. ഇപ്പോൾ, അതായത് 2025 അത് വെറും 250 വാട്ട്സായി കുറഞ്ഞു. ഓരോ വർഷവും 4 വാട്ട്സ് കുറയുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. നാസയിലെ ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി പറയുന്നത് 2030 എന്റെ ഇൻസ്ട്രുമെന്റ് ഓൾമോസ്റ്റ് ഓഫ് ആകുമെന്നാണ്. എന്നാൽ 2035 വരെ വീക്ക് റേഡിയോ സിഗ്നൽസ് അയക്കാൻ എനിക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുമായുള്ള എന്റെ ബന്ധം വേർപെട്ടാലും ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും, പുതിയ കാഴ്ചകൾ കണ്ട്. ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എന്നിലെ ഗോൾഡൻ റെക്കോർഡ് ഏലിയൻസ് കണ്ടെത്തിയേക്കാം. പക്ഷെ അത് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല. അത് ഓർക്കുമ്പോൾ മാത്രം ഒരു സങ്കടം. എന്തായാലും ഞാൻ എന്റെ യാത്ര തുടരട്ടെ. നിങ്ങൾ സമാധാനമായി ഉറങ്ങിക്കോളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.